അസ്മാഉൽ ഹുസ്ന എന്നും നിരന്തരമായി ചൊല്ലുക. അല്ലാഹു തആലക്ക് അവനോട് വലിയ ഇഷ്ടമാണ്. അസ്മാഉൽ ഹുസ്ന നമ്മളൊക്കെ ചൊല്ലുന്നവരാണ്. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ അല്ലാഹ് റഹീം, യാ അല്ലാഹ് മലിക്, യാ അല്ലാഹ് ഖുദ്ദൂസ്, യാ അല്ലാഹ് സലാം, യാ അല്ലാഹ് മുഅ്മിൻ, യാ അല്ലാഹ് മുഹൈമിൻ, യാ അല്ലാഹ് അസീസ്, യാ അല്ലാഹ് ജബ്ബാർ, യാ അല്ലാഹ് മുതകബ്ബിർ, യാ അല്ലാഹ് ഖാലിഖ്, യാ അല്ലാഹ് ബാരി, യാ അല്ലാഹ് മുസവ്വിർ, യാ അല്ലാഹ് ഗഫാർ, യാ അല്ലാഹ്. അങ്ങനെ 99 അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ സുന്ദരങ്ങളായ പേരുകൾ നമ്മളൊക്കെ ചൊല്ലുന്നവരാണ്. അത് മുറുകെ പിടിക്കുക, എന്നും ചൊല്ലുക. ഈ അസ്മാഉൽ ഹുസ്ന നിരന്തരമായ ഒരാൾ ചൊല്ലി വന്നാൽ മൻ ഹഫിളഹാ ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹി. ആരെങ്കിലും അസ്മാഉൽ ഹുസ്നയെ മനഃപ്പാഠമാക്കിയാൽ, 99 അല്ലാഹുവിന്റെ പേരുകൾ മനഃപ്പാഠമാക്കിയാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു. നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ഈ സദസ്സിന്റെ ഒരു സമ്മാനമാണ്, സ്നേഹ സമ്മാനമായി നൽകാനുള്ള അസ്മാഉൽ ഹുസ്ന കുട്ടികൾക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. അസ്മാഉൽ ഹുസ്ന ഒരു പ്രത്യേകതയാണ്. ഒരു മനുഷ്യനെ അല്ലാഹു തആലയെ പെട്ടെന്ന് സന്തോഷിപ്പിക്കണമെങ്കിൽ അസ്മാഉൽ ഹുസ്ന അത് ചൊല്ലി അങ്ങ് ദ്വാരന്നാണ്. ഏത് വിഷയങ്ങൾക്കും അല്ലാഹുവിന്റെ 99 പേര്, യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ അല്ലാഹ് റഹീം, യാ അല്ലാഹ് മലിക്, യാ അല്ലാഹ് ഖുദ്ദൂസ്, യാ അല്ലാഹ് സലാം, യാ അല്ലാഹ് മുഅ്മിൻ, യാ അല്ലാഹ് മുഹൈമിൻ, യാ അല്ലാഹ് അസീസ്, യാ അല്ലാഹ് ജബ്ബാർ, യാ അല്ലാഹ് മുതകബ്ബിർ, യാ അല്ലാഹ് ഖാലിഖ്, യാ അല്ലാഹ് ബാരി, യാ അല്ലാഹ് മുസവ്വിർ, യാ അല്ലാഹ് ഗഫാർ, യാ അല്ലാഹ് ഖഹാർ, യാ അല്ലാഹ്. അങ്ങനെ 99 പേര് റബ്ബിനുള്ളതാ. അസ്മാഉൽ ഹുസ്ന എന്ന ഹദീസിൽ വന്നതാ.